എൻ്റെ ഷീജ പ്രദീപ് എന്ന വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പനീർ ചോളം ബട്ടർ മസാല ഉണ്ടാക്കാം. അതിനായി പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ചോളം കുക്കറിൽ ഒരു വിസിലടിക്കുന്നവരെ വേവിച്ച് വെച്ച ചോളം, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. പനീർ ചോളം ബട്ടർ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്കിനി തുടങ്ങാം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പനീർ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ബട്ടർ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി നന്നായി വഴറ്റാം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അരക്കാനാണിത്. ഈ സമയത്ത് നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇടാം. മുളക് പൊടി ഒരു 2.5 സ്പൂൺ ഇടാം. മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. ഗരം മസാലപ്പൊടി എല്ലാം ഒന്ന് യോജിപ്പിക്കാം. എല്ലാം സിമ്മിലാക്കി ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കിതാക്കാം. ലേശം ഉപ്പ് ഇടുക. നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് തണിയാൻ വെക്കാം. ഇത് അരക്കണം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. തണിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. വറുത്തെടുത്ത തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പ് നന്നായി തളിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ആക്കി വെച്ച പനീർ ഇതിലേക്കിടാം. വേവിച്ച് വെച്ച ചോളവും ഇതിലേക്കിടാം. എന്നിട്ട് ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റാക്കി വെച്ചതും ഫ്രഷ് ക്രീമും ഒഴിക്കാം. ഫ്രഷ് ക്രീമും ഒഴിച്ച് അല്പം ബട്ടർ ഒഴിച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം. ഇട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കാം. ചോളം പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചോളം പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും തരണേ.